തേണ്ടേ ഇവനെ റെഡിയാക്കി ഞാനും റെഡിയായിട്ട് നമ്മൾ നേരെ പോകുന്ന മൈജിയിലേക്കാണ്. അറിഞ്ഞില്ലേ അത് അറിയത്തില്ല, അത് പറയട്ടെ. അവൻ ടി വി സെലക്ട് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാനുള്ള പോക്കാണ്. ആ ചെറുക്കൻ്റെ കൂടെ നിന്ന് അവിടെ നിന്ന് എന്തൊക്കെയൊക്കെയോ തപ്പുന്നുണ്ട്, എന്താണെന്ന് അവനും അറിയില്ല. പിന്നെ മായമ്മ എങ്ങനെ ആലോചിച്ചപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ഡബിങ് പിന്നെ തന്നെ നല്ല അലമ്പായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ഞാനും പാറും കൂടെ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. അതൊക്കെ കഴിച്ച് ഇറങ്ങി ലേറ്റായിരുന്നു. പിന്നെ വീഡിയോ എടുത്ത് പിറ്റേ ദിവസമായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വീട് പണി നടക്കുന്നിടത്തേക്ക് പോയി. ഞാൻ കയ്യിൽ കുറച്ച് മൈലാഞ്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ബോറായിരുന്നു. എനിക്കത് ഭയങ്കര സംഭവമായിരുന്നു. പക്ഷേ മൈലാഞ്ചി നിങ്ങൾ വിചാരിക്കും അതാണ് നമ്മുടെ വീട്, പക്ഷെ അതല്ല നമ്മുടെ വീട്, അതിൻ്റെ ബാക്കിലാണ്. ഇതാണ് നമ്മുടെ വീട്. കണ്ടു കഴിഞ്ഞാൽ പണിയൊക്കെ തീർന്ന പോലെ തോന്നുമെങ്കിലും ആക്ച്വലി പണിയൊന്നും തീർന്നിട്ടില്ല. ഇത് നമ്മുടെ വീടിൻ്റെ പുറകിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. നല്ല ഭംഗിയില്ല. അവിടെ ഫുൾ ടൈം കാറ്റാണ്, നല്ല രസമാണ്. ഇച്ചിരി നേരം നമ്മൾ അവിടെ ഇരുന്ന് നല്ല ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ആ ഏരിയയിൽ ഇരിക്കാൻ ഇഷ്ടം. പിന്നെ ഞങ്ങൾ കുറച്ച് മോമോസൊക്കെ കഴിക്കാൻ പോയി. ആക്ച്വലി നോയമ്പെടുക്കണമായിരുന്നു, പക്ഷെ ഞങ്ങൾ എടുത്തില്ല. പിന്നെ തിരിച്ചു വന്ന ഈ ചേച്ചിയെ വീഡിയോ കോൾ ചെയ്യായിരുന്നു ചേട്ടൻ, അതൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിന് പൂജയൊക്കെ തുടങ്ങിയായിരുന്നു. പിന്നെ ഞങ്ങളൊരു പരിപാടിക്ക് നിൽക്കാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അവർ സമയത്ത് പൂജയൊക്കെ തുടങ്ങി. പിന്നെ തന്നെ ഇത് കണ്ടിട്ട് പുള്ളി വീട് കത്തിക്കുമോ അങ്ങനെ ഒരു എക്സ്പ്രഷനായിരുന്നു അവൻ്റെ മുഖത്ത്. പിന്നെ പൂജ എല്ലാം കഴിഞ്ഞ് അവൻ്റെ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്ത് അവനവിടെ കളിച്ച് ഇരിക്കുമായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.